എവ്രിവൺ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു നല്ല ടി വി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് 43 ഇഞ്ചിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടി വിയാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 32 ഇഞ്ച് ഓൾ ബ്രാൻഡ്സ് കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ഈ രണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ലിങ്ക് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കും. പ്രാവശ്യം 43 ഇഞ്ചിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന ബ്രാൻഡ്സ് ഒക്കെ കാണാം. അപ്പോൾ ഞാനൊന്ന് ആദ്യം എൻ്റെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പല മോഡൽസിൻ്റെയും പല ബ്രാൻഡ്സിൻ്റെയും കംപ്ലീറ്റ് ഡാറ്റ പാരാമീറ്റേഴ്സും നമ്മൾ കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ സൈസ് എടുത്തിട്ട് നമ്മൾ 43 ഇഞ്ച് ഫിൽറ്റർ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 43 ഇഞ്ച് ആകുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് 4K ടി വി എന്തായാലും നമ്മൾ നോക്കണം, ഒരു മിനിമം ആയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 32 ഇഞ്ചിൽ എന്തായാലും ഫുൾ HD എടുക്കാൻ നോക്കുക, HD ടി വികൾ ഒഴിവാക്കാൻ നോക്കുക. 4K റെസൊല്യൂഷൻ ഫിൽറ്റർ ചെയ്യാം ഈ 43 ഇഞ്ചിൽ. അപ്പോൾ നമുക്ക് ഈ കോളത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാം 4K, ഫുൾ HD, HD പ്ലസ് ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ 4K ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് 4K മാത്രം ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അറൗണ്ട് 157, 167 മോഡലുകളിൽ നിന്ന് 133 മോഡലായിട്ട് നമുക്ക് കുറഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന മോഡലുകളൊക്കെ 4K റെസൊല്യൂഷനുള്ള ടി വികളാണ്. നമുക്ക് QLED ആണ് അറ്റ്ലീസ്റ്റ് മിനിമം ആയിട്ട്. നമ്മൾ മിനി LED എടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ QLED നമ്മൾ നോക്കുക ഈ ഒരു 43 ഇഞ്ചിൽ ബേസിക് ആയിട്ട്. അപ്പോൾ നമുക്ക് അത് ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിൽറ്ററിൽ കാണുന്ന പോലെ ഇതിൽ മിനി LED, നാനോ സെൽ LED, QLED നാനോ, QLED LED ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് QLED തന്നെയാണ്. നമുക്കിതിൽ LEDയും നോർമലായിട്ടുള്ള LED അല്ലെങ്കിൽ VA പാനൽ LED നമുക്ക് റിമൂവ് ചെയ്യാം. അത് മാറുമ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾ 157, 137 നേരത്തെ ഉണ്ടായിരുന്ന അറൗണ്ട് 48 മോഡൽസായി നമുക്ക് കുറഞ്ഞു. ഏറ്റവും അധികം ടി വി കമ്പനികൾ പ്രൈസ് കോസ്റ്റ് കട്ട് ചെയ്യുന്നത് LED, നോർമൽ LED പാനൽ തന്നിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ 43 ഇഞ്ചിൽ നിങ്ങളൊരു ടി വി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് QLED അല്ലെങ്കിൽ മിനി LED എടുക്കുക. മിനി LED എക്സ്പെൻസീവ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ മിനി LED കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് പുഷ് ചെയ്തിട്ട് മിനി LEDക്ക് പോവുക, അല്ലെങ്കിൽ QLED ബെയർ മിനിമം എടുക്കാൻ നോക്കുക. ഒരു ടി വിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെയാണ് HDR10, HDR10 പ്ലസിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. 10,000 എബവ് വരുന്ന അത്രയും ബേസിക് ആയിട്ടുള്ള ടി വികളിൽ തന്നെ HDR10 വരും. പക്ഷേ HDR10 പ്ലസോ അല്ലെങ്കിൽ ഡോൾബി വിഷനോ കുറച്ചും കൂടെ നല്ല ബെറ്റർ ക്വാളിറ്റി പാനലിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിസിൽ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ HDR10 പ്ലസ് നമുക്ക് യെസ് എന്നുള്ളത് കൊടുക്കാം. പിന്നെ ഡോൾബി വിഷൻ യെസ് എന്നുള്ളതും നമുക്ക് സെലക്ട് ചെയ്യാം. 18 മോഡലായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 18 മോഡലിലാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും ബ്രൈറ്റ്നസ് ഉള്ള ഒരു പാനൽ കിട്ടുന്നത്. 10 പ്ലസ് ഫിൽറ്റർ ചെയ്തപ്പോൾ തന്നെ, ഡോൾബി വിഷനും ഫിൽറ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് ഒരു താരതമ്യേന കുഴപ്പമില്ലാത്ത 320, 350 പ്ലസ് ബ്രൈറ്റ്നസ് ഉള്ള പാനലുകളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ കാണാൻ റിഫ്രഷ് റേറ്റ് 60 ഹേർട്സും പിന്നെ ചില പാനലുകൾ 120 ഹേർട്സ് പാനലും ഉണ്ട്. 120 ഹേർട്സ് പാനലുകൾ പ്രത്യേകിച്ച് നിങ്ങൾ ഗെയിമിങ്ങിന് പോവുകയാണെങ്കിൽ മാത്രമേ അധികം ആവശ്യമുള്ളൂ, പക്ഷെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി നമുക്കിതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ ഒക്കെ കാണാം. ഇപ്പോൾ 1200, 3000:1 അല്ലെങ്കിൽ 1200:1 ഒക്കെ കോൺട്രാസ്റ്റ് റേഷ്യോ കാണിക്കുന്ന പാനൽസ് നമ്മൾ ഇതിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ആയിപ്പോയി, കാരണം നമ്മൾ HDR10 പ്ലസ് ഒക്കെ ചൂസ് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഡിസ്പ്ലേ സംബന്ധിച്ചിട്ട് കളർ ഗാമറ്റാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാനൽ ആക്ച്വലി 114% കളർ ഗാമറ്റ് വരുന്നത്, വിച്ച് ഇസ് വെരി സർപ്രൈസിങ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. ഇപ്പോൾ 93%, 95% ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 or 3 GB റാമും അല്ലെങ്കിൽ 16 GB അല്ലെങ്കിൽ 32 GB സ്റ്റോറേജും ഉണ്ടെങ്കിൽ തന്നെ വളരെ ധാരാളമാണ്. നമുക്ക് ഇഷ്ടംപോലെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ റാം കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ UI, അതായത് ടി വി കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ഫിൽട്ടർ ചെയ്യുമ്പോൾ തന്നെ 18 11 മോഡലായി കുറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു 11 മോഡലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മോഡൽസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൻ്റെ ബ്രൈറ്റ്നസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം 400 നിറ്റ് ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് ആക്ച്വലി ലൂമിയോ 7 വിഷൻ 7 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 450 നിറ്റ്സ് ബ്രൈറ്റ്നസ് നമുക്ക് TCLൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ മോഡലായ C61Bയിലും C655 മോഡലിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാമാന്യം ഭേദപ്പെട്ട ആയ ബ്രൈറ്റ്നസ് നമുക്ക് P71Kയിലും P7Kയിലും
പിന്നെ നമുക്ക് T6Cയിലും കിട്ടുന്നുണ്ട്. പക്ഷേ T6C കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. TCLൻ്റെ കമ്പാരിസൺ വീഡിയോ 43 ഇഞ്ചിൽ അത് പറയുന്നുണ്ട് T6C എടുക്കണ്ട എന്നുള്ളത്. അത് ഞാൻ ലിങ്ക് ചെയ്യാം, നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ. അപ്പോൾ T6C നമുക്ക് മാറ്റി നിർത്താം TCLൻ്റെ. അപ്പോൾ ഈ മോഡൽസാണ് കുറച്ചും കൂടെ നല്ലത് ഈ ഒരു ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ലൂമിയോ വിഷൻ 7. ഇനി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കളർ ഗാമറ്റ്. അപ്പോൾ ലൂമിയോ വിഷൻ 7ലാണ് ആക്ച്വലി 114% കളർ ഗാമറ്റ്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല പഞ്ചി ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നത് ഈ ലൂമിയോയിൽ കിട്ടുന്നതാണ്. അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി TCLൻ്റെ മറ്റ് മോഡൽസിലൊക്കെ തന്നെ നമുക്ക് 90+, അതായത് 93% നമുക്ക് കിട്ടുന്നുണ്ട്. C655 95% വരെ നമുക്ക് കിട്ടുന്നുണ്ട്. P7Kയും P71K, അതായത് 2025 മോഡൽസായ ആ മോഡൽസിൽ നോക്കിയാൽ 93% കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. ഇനി നമ്മൾ സ്പീക്കറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലൂമിയോയിൽ 24 വാട്ട് സ്പീക്കർ, അവിടെയാണ് ചെറിയൊരു വീക്ക്നെസ് ഉള്ളത്. 40 വാട്ട് സ്പീക്കർ ഹൈസെൻസിൻ്റെ A7K എന്ന് പറഞ്ഞ മോഡലാണ്. ബാക്കി എല്ലാത്തിലും ഓൾമോസ്റ്റ് സെയിം സ്പീക്കേഴ്സും. P7K P71K ആ രണ്ട് മോഡലും TCLൻ്റെ Xiaomiൻ്റെ X-Pro ആ മോഡലും 30 വാട്ടുകളാണ് കാണുന്നത്. P7Kയും P71Kയും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് നമ്മൾ 43 ഇഞ്ചിൻ്റെ വീഡിയോ TCL ചെയ്തപ്പോഴും P71Kൻ്റെ സ്പെക്സ് ആണ് മിസ്സായി പോയത്. ആ ഡിഫറൻസ് എവിടെയെന്ന് വെച്ചാൽ ഈ സ്പീക്കറിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഇത് ഓൺലൈൻ സ്പെക്സ് നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആമസോണിൽ ലിസ്റ്റിങ്ങിൽ 30 വാട്ട് ഓങ്ക്യൂ 2.1 സിസ്റ്റം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. P71K എന്ന് പറഞ്ഞ മോഡലിന്. നേരെ മറിച്ച് P7K എന്ന് പറഞ്ഞ മോഡലിന് 30 വാട്ട് ഉണ്ട്. പക്ഷേ ഓങ്ക്യോ സബ് വൂഫർ ഉള്ള ആ 2.1 സംഭവം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണെങ്കിൽ അതാണ് ഒരു മേജർ ഡിഫറൻസ് ഇവർ തമ്മിൽ, ഈ രണ്ട് മോഡൽസ് തമ്മിൽ. പിന്നെയുള്ള P71Kയും P7Kയും തമ്മിലുള്ള ഡിഫറൻസ് USB പോർട്ടിലാണ്. P71Kക്ക് ഒരു USB പോർട്ടാണ്, P7Kക്ക് 2 USB പോർട്ടാണ്. രണ്ടിൻ്റെയും സ്റ്റോറേജും റാമും സെയിം ആണ്. അപ്പോൾ നമ്മൾ 2025 മോഡൽ ആയിട്ടും നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് പാനൽ ടെക്നോളജിയും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലൂമിയോ വിഷൻ 7 43 ഇഞ്ചും TCLൻ്റെ P7K പിന്നെ P71K ഈ 3 മോഡൽസാണ് വളരെ പ്രോമിസിംഗ് ആയിട്ട് 43 ഇഞ്ചിൽ നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ ഒരു ബഡ്ജറ്റ് റേഞ്ചായ ആ ഒരു 30 റേഞ്ചിൽ തന്നെ നിൽക്കും. ഓഫർ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സേവ് ചെയ്ത് കിട്ടും. T6C ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എടുക്കണ്ട. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ P7K ഓർ P71K തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ. അത് നമ്മൾ ആ ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, TCLൻ്റെ പണ്ട് ചെയ്ത വീഡിയോയിൽ. ലൂമിയോ എന്ന് പറയുന്നത് ആക്ച്വലി റെഡ്മി TVയിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ കമ്പനിയാണ്. ഓൾമോസ്റ്റ് 1.5-2 ഇയേഴ്സ് ഇപ്പം മാർക്കറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇവർ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പഞ്ച് ലൈൻ അവർ പൊസിഷൻ ചെയ്യുന്നത്. OnePlus വന്ന സമയത്ത് അവരുടെ സ്ട്രാറ്റജി അതായിരുന്നു, ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഏറ്റവും നല്ല സ്പെക്സ് കൊടുത്തിട്ട് ലോവർ പ്രൈസിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള ബ്രാൻഡ്സിന് അണ്ടർ കട്ട് ചെയ്തിട്ട് ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യുക. അങ്ങനെയാണ് OnePlus ഇന്ന് അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡായി മാറിയത്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് TVൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് ലൂമിയോ എന്നുള്ളൊരു ബ്രാൻഡ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ QLED ആണ്, 4K ആണ്, 400 nits ബ്രൈറ്റ്നസ്സോളം പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഡോൾബി വിഷൻ HDR 10+ ഒക്കെ ഉണ്ട്. കളർ ഗാമറ്റ് 114% വൈഡ് കളർ ഗാമറ്റ് ഉണ്ട്. 3 HDMI 3 USB പോർട്ട് ഇതിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ റാം എടുത്തു കഴിഞ്ഞാൽ 3 GB റാമും 16 GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്, വിച്ച് വിൽ മേക്ക് ദ TV മച്ച് മോർ ഫാസ്റ്റ്, UI ഫാസ്റ്റർ ആയിരിക്കും. അത് അവരുടെ സൈറ്റിലും ഒരു USB പോലെ അവർ എടുത്ത് പൊസിഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 24,990 എന്നുള്ള ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എ ഗുഡ് വാല്യൂ ഫോർ മണി. അപ്പോൾ 43 ഇഞ്ച് TV. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സർവീസിനെ പറ്റി അറിയില്ല. ഹോപ്പ്ഫുള്ളി പുതിയ ബ്രാൻഡായതുകൊണ്ട് അവർ വളരെ കെയർഫുൾ ആയിരിക്കും ആ ഒരു സർവീസ് നല്ലോണം കൊടുക്കുവാനും സർവീസ് ബിൽഡ് ചെയ്യുവാനും. അപ്പോൾ 24,990 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചും ഈ ഫീച്ചേഴ്സും എല്ലാം കൂടെ നോക്കുമ്പോൾ ശരിക്കും 43 ഇഞ്ചിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു TV തന്നെയാണ് ലൂമിയോ വിഷൻ 7 43 ഇഞ്ച്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള TCLൻ്റെ മോഡൽസ് തന്നെയാണ് P71Kയും P7Kയും.
അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്പീക്കർ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. HDMI പോർട്ട് പ്രശ്നമില്ലെങ്കിൽ P7 1Kക്ക് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ P7Kക്ക് പോകാം. നിങ്ങൾ ഓഫർ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിൽ എത്തുന്നതിനനുസരിച്ച് ഈ 3 മോഡൽ ഏതും എടുക്കാം. 3 മോഡൽസ് ആണ് നമ്മൾ ഈ ഒരു റേറ്റിംഗിൽ നമ്മൾ പറയുന്നത്. 43 ഇഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് മോഡൽ ലൂമിയോ വിഷൻ 743, സെക്കൻഡ് നിങ്ങൾക്ക് P71K ഓർ P7K നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 43 ഇഞ്ച് ഓൾ ബ്രാൻഡ്സ് കമ്പാരിസൺ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 55 ഇഞ്ച് സ്ക്രീൻസ് ഏറ്റവും നല്ല ഓൾ ബ്രാൻഡ്സ് TV നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 65 ഇഞ്ച് മോഡൽസും നമ്മൾ ഓൾ ബ്രാൻഡ്സ് കമ്പാരിസൺ ചെയ്യുന്നതാണ് ഓണത്തിന് മുന്നേയായിട്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും TV വാങ്ങാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ്.